ഞങ്ങളിപ്പോഴേ കാടിൻ്റെ നടുവിലല്ല, ഇത് മൊത്തം ചീരയാണ് കേട്ടോ. 4-5 തവണ നമ്മൾ ചീര വിളവെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് മുഴുവനും ചീരയുടെ പൂക്കളാണ് കേട്ടോ. ഇത് മൂത്ത് നല്ല വിത്തായി മാറിയിട്ടുണ്ട്. ഇനി ഇത് നിർത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് പറിച്ച് പറമ്പിൻ്റെ ഒരു സൈഡിൽ കൂട്ടിയിടാനാണ് വിചാരിക്കുന്നത്. നമ്മൾ അടുത്ത വർഷം നമ്മുടെ പറമ്പിൽ വെള്ളം നനയ്ക്കുന്ന ആ ഒരു ടൈം ആവില്ലേ, അപ്പോഴേക്കും ഇത് തന്നെ മുളച്ചോളും. ഇതിന് ഒരുപാട് കെയർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിവിടെ തന്നെ മുളച്ച ചീരയാണ്. ഇത് എല്ലാ സീസൺ ആകുമ്പോഴും തന്നെ ഇതുപോലെ മുളയ്ക്കും. പിന്നെ ഇപ്പോൾ നമ്മളിതെന്താണ് മൊത്തം പറിച്ച് കളയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ 4-5 പ്രാവശ്യം ഇത് വിളവെടുത്ത് കഴിഞ്ഞു. പിന്നെ ഇതിലുണ്ടായിരിക്കുന്ന ഈ ചീരയിലുള്ളത് മൊത്തം അടുത്ത വർഷത്തേക്കുള്ള വിത്തുകളാണ്. അപ്പോൾ നമ്മളിത് പറിച്ച് ഒരു സൈഡിൽ കൂട്ടിയിടുന്നു. നമ്മൾ ഇത് ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് മൊത്തം നമ്മൾ പറിച്ച് നശിപ്പിച്ച് കളയാൻ ഒരാൾക്കും കൊടുക്കുന്നില്ല എന്ന്. പക്ഷേ ഇതുണ്ടായ സമയത്ത് നമ്മൾ 4-5 തവണ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിവിടെ നിർത്തിയിട്ട് കാര്യമില്ല, ഇതിൻ്റെ കട. അപ്പോൾ ഇത് പറിച്ചിട്ട് നമ്മളിവിടെ വേറെ ഗ്രോ ബാഗിൽ കുറച്ച് റെഡ് കളർ ചീര വെക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഈ ചീരയുടെ ഇലകളൊക്കെ ഇപ്പോൾ വളരെ ചെറുതായിട്ടുണ്ട്. പക്ഷെ ആദ്യം ഇങ്ങനെ ആയിരുന്നില്ല. നമ്മൾ ഇവിടെ തന്നെ മുളച്ചാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് ആദ്യം ഇതിൻ്റെ ഇലകളൊക്കെ നല്ല വലിപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ ചെറുതായി അടിയിൽ നിറയെ വെള്ളീച്ചൊക്കെയാണ്. നമ്മളിത് പറിച്ച് ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വെച്ചാൽ അവർക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അത്രയും വെള്ളീച്ചയും ഇതൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മളിത് എന്തായാലും പറിച്ചിട്ട് പറമ്പിൻ്റെ ഒരു സൈഡിൽ കൂട്ടിയിടും. അപ്പോൾ ഈ വിത്തൊക്കെ തന്നെ കുറേയൊക്കെ ഇവിടെ സ്പ്രെഡായി തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത് നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും ഇതുപോലെ തന്നെ ചീര ഉണ്ടാവും കേട്ടോ. ഒരുപാട് കെയർ ഒന്നും കൊടുക്കാതെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ചീരയാണ്. ഇതിൻ്റെ ഇലകൾക്ക് നല്ല ടേസ്റ്റ്. റെഡ് കളർ ചീരേനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. പക്ഷെ നമുക്കിവിടെ പറമ്പിൽ തന്നെ കുറേ ചുവന്ന ചീരകളുടെ തൈകൾ മുളച്ചിട്ടുണ്ട്. ഞാൻ ഈ നിൽക്കുന്ന ഈ ഭാഗത്ത് തന്നെ ഒരുപാടുണ്ട്. അതിലൊക്കെ ചവിട്ടിയാണ് ഞാൻ നടക്കുന്നത്. അപ്പോൾ ആ ചീരകളാണ് നമ്മൾ ഗ്രോ ബാഗിലേക്ക് മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ മുകളിൽ കുറച്ച് ചീര ഉള്ളത് കുറച്ച് വലിയ ഇലകളായിട്ട് തോന്നിയത് ഞാൻ ഒന്ന് പറിച്ച് മാറ്റുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഇലയിൽ നല്ല ഇലകൾ നോക്കി എടുത്തിട്ട് പറ്റുന്നത് ചിക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പറിക്കുമ്പോൾ നമുക്കറിയാം ഇത് അത്ര നല്ലതല്ല, എല്ലാം കൊള്ളില്ലാതെ ആയി തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അത് എടുത്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ചീര അവിടെ നിന്ന് പറിച്ചെടുക്കുകയാണ് കേട്ടോ. ചീര നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഏതെങ്കിലും പറമ്പിൻ്റെ ഒരു മൂലയ്ക്ക് കൊണ്ട് ഇത് ഇടും കേട്ടോ. ഇനി ഇവിടെ മൊത്തം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഗ്രോ ബാഗിൽ റെഡ് കളർ ചീര നിറക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇതാണ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.